അവിയേ ഒരു രഹസ്യം. രഹസ്യമോ? ആ, എങ്കിൽ പരസ്യമായിട്ട് പറയൂ. സ്വാമി വലുത് അറിഞ്ഞോ? ആകെ നാറി. അത് താനോ? സാറ് ബാലൻ സാറ് നാറി. ഒരു രാജ്യത്ത് പോകുമ്പോഴത്തേക്കിനും അല്ലെ വേറൊരു സ്ഥലത്ത് യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും എങ്ങനെ ഫ്രീ ആയിട്ട് മറ്റൊരാളുടെ വീട്ടിൽ താമസിക്കാം എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയമുണ്ടോ? വീട്ടിൽ ഞാൻ സൗജന്യമായി ഒരാളെ ഹോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിനും ആ ഹോസ്റ്റ് ചെയ്യുന്ന ആള് ഒരു വീട്ടിൽ വന്ന് താമസിക്കുമ്പോൾ ആ വീട്ടിലെ ആതിഥ്യ മര്യാദ എന്നൊക്കെ പറയുന്ന സംഭവം എന്ന് പറയുന്നത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ആതിഥ്യ മര്യാദ എന്ന് പറയുന്നത് ഈസ് സംതിങ് ഡിഫറെന്റ്. അതങ്ങനെ ഇതൊക്കെ മനസ്സിലാവണമെങ്കിലേ ഇതിനകത്ത് വല്ലതും വേണം. ഒരു വീട്ടിൽ പോകുമ്പോഴത്തേക്കിനും അവർ നമ്മളെ സ്നേഹത്തോടെ ഹോസ്റ്റ് ചെയ്യുന്നതായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും അതിനെ ദുരുപയോഗം ചെയ്യാതെ അവർക്കൊരു ബുദ്ധിമുട്ട് വരുത്താത്ത രീതിയിൽ അവിടെ താമസിക്കാൻ ശ്രമിക്കുക. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, നമ്മള് മറ്റൊരാളുടെ ഔദാര്യം സ്വീകരിക്കുമ്പോൾ ഔദാര്യം തന്നെയാണ് ബേസിക്കലി, അല്ലെ? നമ്മള് വേറെ ആളുടെ അടുത്ത് പോയി സൗജന്യമായി താമസിക്കുമ്പോൾ അതൊരു ഔദാര്യം തന്നെയാണ്. ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലാതെ എന്നെ ഒറ്റയടിക്ക് കൊന്നുതരാൻ പറ്റുമോ? അവർക്ക് എന്തെങ്കിലും തിരിച്ചു നൽകണം. അത് ഒന്നുകിൽ സ്നേഹമായിട്ടോ, ചില ആൾക്കാര് താമസിക്കുന്ന ആളുടെ വീട് വൃത്തിയാക്കി കൊടുക്കും, ഇല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തു കൊടുക്കും. പൊളിക്കൂടാ, എല്ലാം ഞാൻ പൊളിക്കും. വിത്തിൻ 24 hours 20 minutes എരിവും പുളിയും ചേർത്ത് നിന്നെ പറ്റി ഇല്ലാത്ത കള്ളക്കഥകൾ പറഞ്ഞ് നിന്നെ ഞാൻ അവളുടെ മുമ്പിൽ തറ പറ്റിക്കും. അത് നല്ലതാ. പരിചയമുള്ളവരെ തന്നെ വഞ്ചിക്കുന്നത് നല്ലതാ, ഇല്ലടാ? അങ്ങനെ ഒരാള് ആ യൂട്യൂബറിനെ ഹോസ്റ്റ് ചെയ്തിട്ട് ആ യൂട്യൂബറിന് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായി എന്നാണ് യൂട്യൂബർ പറയുന്നത്. അദ്ദേഹം പറയുന്നത് യൂട്യൂബർ അദ്ദേഹത്തെ അപമാനിച്ചു എന്നുള്ളതാണ്. ഞാനേ കൂതറയാ, വെറും കൂതറ ആണല്ലേ? നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ നീ വെറും കൂതറയല്ല, ലോക കൂതറയാന്ന്. ശരിക്കും അത് ബാക്കിയുള്ള യൂട്യൂബേഴ്സിനെ പോലും നാണം കെടുത്തിയ ഒരു പരിപാടിയായിപ്പോയി സത്യം പറഞ്ഞാല്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഇപ്പൊ ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കിനും എന്റെ പോക്കറ്റിന്റെ കനവും എന്റെ കംഫർട്ടും അനുസരിച്ചിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ഒരു ഉപകാരം ചെയ്യോ, എന്നെ ഒന്ന് കൊന്നു തരുമോ? റിയൽ ട്രാവലേഴ്സ് എന്ന് പറഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ നീ എന്തിനാണ് പോയി പിന്നെ യൂട്യൂബ് ചാനലും കൊണ്ട് നടക്കുന്നത്? നീർക്ക് ട്രാവൽ ചെയ്താൽ പോരെ, നീ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് എന്തിനാ? ഞാൻ എന്ത് വേണോ ചെയ്യാ, എന്നെ ഇവിടെ വെച്ച് ഇടിച്ച് നാറ്റിക്കരുത്. നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് വീഡിയോ ചെയ്ത് വരുമാനം കിട്ടുകയും വേണം, അതൊട്ട് സ്പെൻഡ് ചെയ്യാനും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്നാണോ ഉപയോഗം ചെയ്യാ? ഇനി ഞാനിവിടെ നിന്നാ എന്റെ ശവം ഞാൻ തന്നെ കൊണ്ടുപോകേണ്ടി വരും. അതിലും നല്ലത് ആരും കാണാതെ രക്ഷപ്പെടുക.